സാർ, സംവിധായകൻ കൂടിയായ മേജർ രവി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് പറഞ്ഞു, മോഹൻലാൽ ഈ എമ്പുരാനിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് അതൊന്നും അദ്ദേഹം അറിയാതെ നടത്തിയതാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എങ്ങനെ അതിനെയൊക്കെ നോക്കിക്കാണാൻ പറ്റും? മേജർ രവിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ സിനിമയിൽ ഈ അധികം ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ. സംവിധായകന്റെ അജണ്ട എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണിത്. അതായത് വിദേശത്ത് AP സുകുമാർ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ഈ സിനിമ കണ്ടു, വിദേശത്താണ് കണ്ടത്. അദ്ദേഹം എഴുതുകയാണ്, സിനിമയുടെ ക്രെഡിറ്റിനൊപ്പം ഒരു പാട്ടുണ്ട്, അസ്രായേൽ എന്ന പാട്ട്. അതിൽ ലക്ഷ്യം വ്യക്തമാക്കുന്നു, ഞങ്ങളെ രക്ഷിക്കാനുള്ള ഖലീഫ നീയാകുന്നു, നിന്നിലൂടെ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. ആ പാട്ടിൽ പറയുന്ന ഞങ്ങളെ രക്ഷിക്കാനുള്ള ഖലീഫ നീയാകുന്നു, നിന്നിലൂടെ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. തുടർന്ന് സുകുമാർ എഴുതുകയാണ്, ഇസ്ലാമിക മാലാഖയായ അസ്രായേൽ ഖലീഫയായുള്ള ഖിലാഫത്താണ് അവർ ലക്ഷ്യമാക്കുന്നത്. മാപ്പിള ലഹളക്കാലത്ത് കേരളത്തിൽ ഖിലാഫത്ത് ഉണ്ടാക്കുന്നതിനെ പറ്റി കേട്ടിരുന്നു. ശരിയാണ്, ആ കാലത്ത് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ലക്ഷ്യം ഖിലാഫത്തായിരുന്നു. അന്നൊരു രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ പേര് ധൗള എന്നാണ് ഇട്ടിരുന്നതെന്ന് RH ഒക്കെ എഴുതിയ മാപ്പിള ലഹളയുടെ ഔദ്യോഗിക ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ടത്. ഇപ്പോൾ KT ജലീൽ ഒരിക്കൽ മലയാള രാജ്യം എന്നായിരുന്നു അതിൻ്റെ പേര് എന്ന് അയാൾ വളച്ചൊടിച്ചൊരു തീസിസ് എഴുതി PhD എടുത്തിട്ടുണ്ട്. മാപ്പിള ലഹള ജലീലേ ധൗള എന്നായിരുന്നു ഈ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച രാജ്യത്തിൻ്റെ പേരെന്ന് ഔദ്യോഗിക ചരിത്രത്തിൽ RH ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ അസ്രായേൽ എന്ന് ഇതിൽ പറയുന്നില്ലേ? പൊതുവെ എല്ലാവരും ഇസ്രായേൽ എന്നല്ലേ കേട്ടിട്ടുണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. ഈ അസ്രായേൽ എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിക ജൂത പാരമ്പര്യങ്ങളിൽ മരണത്തിൻ്റെ മാലാഖയാണ് അസ്രായേൽ. അതായത് ഒരാൾ മരിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വിച്ഛേദിക്കുന്ന മാലാഖയാണ് അസ്രായേൽ. അപ്പോൾ ഇതിൽ പറയുന്ന പാട്ടിൽ പറയുന്നത് അസ്രായേൽ എന്നാണ് പാട്ട്, തീം സോങ് ആണല്ലോ. ഞങ്ങളെ രക്ഷിക്കാനുള്ള ഖലീഫ നീയാകുന്നു, നിന്നിലൂടെ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. ഇസ്ലാമിക മാലാഖയായ അസ്രായേൽ ഖലീഫയായുള്ള ഖിലാഫത്താണ് ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സാധാരണ ഒരു സിനിമയുടെ ആദ്യം വരുന്ന പാട്ട്, അതിനാണല്ലോ തീം സോങ് എന്ന് പറയുന്നത്. സിനിമയുടെ ഉള്ളടക്കം എന്താണെന്ന് വ്യക്തമാക്കുന്ന പാട്ടാണത്. അപ്പോൾ ഈ മരണത്തിൻ്റെ മാലാഖ ഖലീഫയാകുന്ന ഒരു രാജ്യം ആണ് ആഗ്രഹിക്കുന്നത്. ഇതാണല്ലോ ഈ അസ്രായേൽ മാലാഖ ഇതിൽ കൊണ്ടുവരേണ്ട കാര്യം എന്താ? പിന്നെ ഇതിൻ്റെ കഥ പറഞ്ഞു കൊടുത്താൽ തന്നെ ഒരു പാട്ട് എഴുതുന്ന ആൾക്ക്, ഗാനരചയിതാവിന് അതിൽ അസ്രായേൽ കൊണ്ടുവരാൻ പറ്റില്ല. അസ്രായേൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സംവിധായകൻ അയാളോട് പറയണം ഇങ്ങനൊരു സംഗതി അതിൽ കൊണ്ടുവരണമെന്ന്. ഇപ്പോൾ ഈ ഇങ്ങയുടെ തന്നെ മുമ്പത്തെ എസ്ര എന്ന് പറഞ്ഞൊരു സിനിമ, അതിൻ്റെ അകത്ത് ലൈലാഗമേ എന്ന് പറഞ്ഞൊരു പാട്ടുള്ളതായിട്ട് ഓർക്കുന്നില്ല. ലൈലാഗം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ലല്ലോ. മൈനാകം എന്ന് പറഞ്ഞിട്ടൊരു പർവ്വതമുണ്ട്. മൈനാകം എന്തിൽ നിന്നോ ഉയരുന്നുവോ, മൈനാകം കടലിൽ നിന്നും ഉയരുന്നുവോ പറയൊരു പാട്ട്. അപ്പൊ എങ്ങും കേൾക്കാത്തൊരു വാക്കിൻ്റെ അകത്ത് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ആ പാട്ട് എഴുതിയെന്ന് പിന്നീട് പാട്ട് എഴുതിയ BK ഹരിനാരായണൻ പറഞ്ഞിട്ടുണ്ട്. ലൈലാഗമേ, ലലാക്ക് എന്ന് പറഞ്ഞിട്ട് കളറുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ നിർദ്ദേശിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു അജണ്ട, ഒരു രാഷ്ട്രീയം സംവിധായകനുണ്ടായിരുന്നു. പൊതുജനങ്ങളോട് സംവദിക്കുന്ന ഒരു സിനിമയാകുമ്പോൾ ഈ സ്വന്തം കാര്യം പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു അജണ്ട കൃത്യമായിട്ട് ഉള്ള പടമാണിത്. പിന്നെ ഇത് പൊള്ളയുമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അന്താരാഷ്ട്ര ഡ്രഗ് കാർട്ടലിൻ്റെ ബോസായ ഒരാൾ വന്ന് നമ്മളെ രക്ഷിക്കും എന്ന് വിചാരിക്കുന്നത് തന്നെ അല്ലേ? അതെ, അത് തന്നെ തെറ്റല്ലേ? എത്രമാത്രം പൊള്ളയായ കൺസെപ്റ്റാണത്. ഒരു തിന്മ ഇവിടെയുണ്ട്, അത് മാറ്റാനായിട്ട് അതിലും വലിയ തിന്മ വന്നിട്ട് ആ തിന്മ ഈ സംസ്ഥാനത്തിന് കീഴടക്കുന്നു എന്നല്ലേ സിനിമ പറഞ്ഞു വെക്കുന്നത്? അതെ അല്ലേ? അതെ. അപ്പോൾ ഈ മേജർ രവി പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹൻലാൽ ഇത് കണ്ടില്ല, നിങ്ങളോട് മോഹൻലാൽ വന്ന് മാപ്പ് പറയും, അദ്ദേഹത്തിന് മാനസിക വിഷമമുണ്ട്,
ലഫ്റ്റനന്റ് കേണൽ എന്നുള്ള പദവി അദ്ദേഹത്തിൽ നിന്ന് എടുത്തു കളയണമെന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ 5 സിനിമ ചെയ്തിട്ടുണ്ട്. കഥ കേട്ടിട്ട് ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ലാൽ അതിൽ ഇടപെടാറില്ല. കീർത്തി ചക്ര, ഞാൻ സംവിധാനം ചെയ്ത കീർത്തി ചക്ര അദ്ദേഹം കണ്ടിട്ടിരുന്നില്ല, റിലീസിന് മുമ്പ് കണ്ടില്ല. ഇനിയിപ്പോൾ കട്ട് ചെയ്യാനുള്ളതൊക്കെ അദ്ദേഹം നിർദ്ദേശിക്കുമായിരിക്കും. ഇനി മുതൽ റിലീസിന് മുമ്പ് സിനിമകൾ കാണും. ഇതിൽ ആർമി വേഷത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ലഫ്റ്റനന്റ് കേണൽ പദവി മാറ്റണ്ട, രണ്ടും കൂടി കൂടിക്കലർത്തണ്ട. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. കീർത്തി ചക്രയിൽ ലാല് ഇടപെട്ടില്ല എന്ന് പറയുന്ന ഭാഗം തന്നെ എടുത്തു നോക്കാം. കീർത്തി ചക്രയുടെ കഥ ഇന്നതാണെന്നും അത് പട്ടാളക്കാരൻ്റെ കഥയാണെന്നും അതൊരു കേണലില്ലേ തുടർച്ചയായിട്ട് വരുന്ന ഒരു മഹാദേവന്റെ മറ്റു കഥയല്ലേ പല സിനിമകളിലും ഉള്ളത്. അത് ഇത്രക്കേ ഉള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമല്ലോ. ഇതങ്ങനെയല്ലല്ലോ ഈ സിനിമ. ഈ സിനിമയിൽ കുറെ നേരം കഴിഞ്ഞിട്ടാണ് മോഹൻലാൽ വരുന്നത് ഈ സിനിമയിലല്ലേ. അതിന് മുമ്പ് 1 മണിക്കൂർ വേറെ എന്തൊക്കെയോ സംഭവിക്കുന്നില്ലേ. അപ്പൊ അതേപ്പറ്റി ഒരു ധാരണ ഉണ്ടാകാനായിട്ട് സ്ക്രിപ്റ്റിൽ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണോ, സ്ക്രിപ്റ്റ് ആദ്യം വായിച്ച് കേട്ടപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് രംഗപ്രവേശം ചെയ്യുള്ളൂ എന്ന് മനസ്സിലായിരുന്നോ? അങ്ങനെ കാക്കത്തൊള്ളായിരം ചോദ്യമുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാകാത്തത്, എനിക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ജനങ്ങളോട് ഞാൻ തന്നെ രംഗത്ത് വരണ്ടേ? വേണം. അല്ലാതെ മേജർ രവി എന്ന് പറഞ്ഞിട്ടൊരു പാവയാണോ രംഗത്തിറക്കേണ്ടത്? പറയേണ്ട ആള് തന്നെ വന്ന് പറയുക ചെയ്യേണ്ടത്. പറയണം. മറ്റേ ആള് മൗനമാണല്ലോ. അതെ, പൃഥ്വിരാജ്. അയാളും രംഗത്ത് വന്ന് പറയണ്ടേ? ഒന്നും മിണ്ടുന്നില്ല, അയാൾ ഒരക്ഷരം പറയുന്നില്ല. പിന്നെ മറ്റേ മുരളി ഗോപി അയാളൊന്നും പറയുന്നില്ല. അയാൾ പറഞ്ഞു PTIയോട്. എന്താണെന്നറിയോ, അത് പലത് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം, അത് അവര് തമ്മിൽ പറഞ്ഞു തീർത്തോട്ടെ. ഈ അവർ തമ്മിൽ പറഞ്ഞു തീർത്തോട്ടെ എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പൃഥ്വിരാജും മോഹൻലാലും ഹിന്ദുക്കളും തമ്മിൽ പറഞ്ഞു തീർത്തോട്ടെ എന്നാണോ? ഞാൻ മൗനം പാലിക്കും, ഇതാണ് മുരളി ഗോപി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുന്നുണ്ടല്ലേ? 2 തവണ പറയുന്നുണ്ട് ഞാൻ മൗനം പാലിക്കുന്നു. ഞാൻ മൗനം പാലിക്കും എന്ന് പറയുന്നത് ഒരു ലോഡഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ വലിയ ഭാരമുള്ള ഒരു പ്രസ്താവന. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട മാറ്റങ്ങളല്ല ഇത് എന്നാണോ അയാൾ പറയുന്നത്. വരികൾക്കിടയിൽ അത് പറഞ്ഞു വെക്കുക. അപ്പൊ നമ്മള് പ്രേക്ഷകർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുമ്പിൽ ഒരു സാധനം വന്നിട്ടുണ്ട്, ഇതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ട കാര്യം മാത്രമേ നമുക്കുള്ളൂ. മോഹൻലാൽ ഇത് നേരത്തെ കണ്ടിരുന്നോ? അയാൾ അത്ര ഇന്നസെന്റ് ആണോ? പൃഥ്വിരാജ് ഇത് ഈ പറഞ്ഞ പോലെ, അല്ല മുരളി ഗോപി അയാളുടെ സ്ക്രിപ്റ്റ് എടുത്ത് പൃഥ്വിരാജ് മാറ്റി. ഇങ്ങനത്തെ കാക്കത്തൊള്ളായിരം കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതില്ല. ബറോസിന്റെ കഥ സ്ക്രിപ്റ്റ് ജിജോയുടേതായിരുന്നു. ഇതെടുത്ത് മോഹൻലാൽ മാറ്റിയെന്ന് ജിജോ ഒരു നീണ്ട ലേഖനം എഴുതിയിരുന്നു ലാലിനെതിരെയുള്ള കാര്യങ്ങൾ ആളുകൾ അന്നൊന്നും ചർച്ച ചെയ്യാത്തതുകൊണ്ട് അത് ചർച്ച ചെയ്യേണ്ടതായിരുന്നു. കാരണം വളരെ ദീർഘമായ ഒരു ലേഖനമായിരുന്നു ജിജോയുടേത്. അപ്പൊ ജിജോയുടേത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇല്ലേ നേരത്തെ തന്നെ. മോഹൻലാൽ അപ്പൊ ഇപ്പൊ പൃഥ്വിരാജ് ചെയ്തതായി പറയുന്ന കുറ്റം നേരത്തെ ചെയ്തിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ ബറോസിൽ. ജിജോയ്ക്ക് അതിൽ പരാതിയുണ്ട്. മുരളി ഗോപി ഇതിൽ പരാതിപ്പെടാൻ സ്കോപ്പില്ല. എന്താന്ന് വെച്ചാൽ മുരളി ഗോപിയും കൂടി ഇരുത്തിക്കൊണ്ടാണല്ലോ മാറ്റിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവര് ഇങ്ങനെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. സെൻസർ ബോർഡിന് എപ്പോഴും മറ്റേ സെൻസർ ചെയ്ത ശേഷവും ഈ വോളണ്ടറി കട്ടുകളുണ്ടല്ലോ, നിർമ്മാതാവോ സംവിധായകനോ ഒക്കെ പറയുന്ന അനുസരിച്ചിട്ടുള്ള കട്ടുകൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം ഈ സിനിമയുടെ നിർമ്മാതാവിനൊക്കെ ഉണ്ട്. അതനുസരിച്ച് 17 കട്ടുകൾ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. മറ്റേ സ്ത്രീകൾക്കെതിരായ ആക്രമണം അല്ലേ, പിന്നെ മറ്റേ NIA എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് NIAക്കെതിരായ രംഗങ്ങളുണ്ടല്ലോ, അത് കട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഒക്കെ വരുന്നുണ്ട്. അത്തരം സംഗതികളൊക്കെ ഇതിൽ നിന്ന് മാറ്റിക്കളയാൻ പോകുന്നുവെന്ന് ഞാൻ നേരത്തെ എഴുതിയിരുന്നൊരു കാര്യമുണ്ട്. അതായത് ഇതിൽ ലഷ്കറെ നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. ലഷ്കറെ തൈബയുടെ ക്യാമ്പിലാണ് ഉപനായകന് പരിശീലനം കിട്ടുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ മറ്റേ മസൂദ് എന്ന് പറഞ്ഞ കഥാപാത്രം, സയ്യദ് മസൂദ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണ് കേരളത്തിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ. അപ്പോൾ അതും ഒരു രാജ്യവിരുദ്ധ രംഗമാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇത് സെൻസർ ചെയ്ത ആളുകളുടെ കാര്യമൊക്കെ അറിയാമല്ലോ. ഇത് സെൻസർ ചെയ്തതൊക്കെ RSSുമായി ബന്ധപ്പെട്ട ആളുകളാണ്, ഇവിടെ തപസ്യയായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. സ്വരൂപ കർത്ത
റോഷ്നി ദാസ്, മുൻ BJP സംസ്ഥാന കമ്മിറ്റി മറ്റേ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സുനീഷിൻ്റെ ഭാര്യ, GM മഹേഷ്, തപസ്യയുടെ ജനറൽ സെക്രട്ടറി, അഞ്ജു ഹസൻ, നെടുമങ്ങാട് BJP കൗൺസിലർ, പിന്നെ ഈ റീജിയണൽ ഓഫീസർ വദീം ഹുസൈൻ എന്ന് പറഞ്ഞ ആളാണ് സെൻസർ ബോർഡിൻ്റെ. ഇവരൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ RSSൻ്റെ മുഖപത്രം ഓർഗനൈസർ ഇങ്ങനെ ഒരു രാജ്യവിരുദ്ധ ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കരുതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഹിന്ദു വിരുദ്ധമാണ്, പോസ്റ്റ് ഗോത്ര കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ട് മുതലെടുപ്പ് നടത്തുകയാണ്, ഹിന്ദു വിരുദ്ധത. ഗോത്ര എന്താണ് എന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. ഗോത്ര 31 പേര് മറ്റേ സമാധാന മതക്കാരെ ശിക്ഷിച്ചതാണ്. 59 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു, സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് അതിൽ കൂടുതലുണ്ടായിരുന്നത്. ആ 31 പേരുടെ പേര് അവൈലബിളാണ്. 52 ഹിന്ദുക്കളുടെയും പേര് അവൈലബിളാണ്. കൊല്ലപ്പെട്ടത് 7 പേര് ഇന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. 11 പേർക്ക് വധശിക്ഷ കൊടുത്ത കേസാണത്. സബർമതി ജയിലിൻ്റെ ഉള്ളിലാണ് പ്രത്യേക കോടതി സെറ്റപ്പ് ചെയ്തിരുന്നത്. കാരണം അതുപോലത്തെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഇത് പുറത്ത് വെച്ച് വിചാരണ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പ്രത്യേക കോടതി ജയിലിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് ചെയ്തിട്ടാണ്. 11 പേർക്ക് വധശിക്ഷ, എല്ലാം സമാധാന മതം. പിന്നെ 20 പേർക്ക് ജീവപര്യന്തം. അങ്ങനത്തെ കേസാണത്. മറ്റേ ഗോദ്രയിൽ മറ്റേ അയോധ്യയിൽ പോയി തിരിച്ചു വരുന്ന കർസേവകരെ കൊല്ലുന്നതിൻ്റെ ഒരു റിയാക്ഷനായിട്ടാണല്ലോ പിന്നീട് കലാപം. കലാപത്തിൽ 2 കൂട്ടരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ സമാധാന മതക്കാർ മാത്രമല്ല, അല്ലേ? 2 കൂട്ടരും കൊല്ലപ്പെട്ടതിൽ ഒരാളെ മാത്രം വെള്ളപൂശുന്നത് എങ്ങനെയാണ്? അപ്പം അങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ആരും മൗനമൊന്നും പാലിക്കേണ്ടതില്ല. മുരളി ഗോപിയാണെങ്കിൽ അങ്ങേർക്ക് പറയാനുള്ള പറയുക. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പുതിയൊരു നിലപാടുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ നേരത്തെ ഈ സിനിമ കാണുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ 17 കട്ട് ആയിട്ട് നിർമ്മാതാക്കൾ തന്നെ പോയിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ എന്നോട് പറയുകയും ചെയ്തു. രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ഇതിലുണ്ട്, അതുകൊണ്ട് ഞാനിത് കാണാൻ പോകുന്നില്ല എന്ന് രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ BJPയുടെ നിലപാട് വന്നു വ്യക്തമാണ്. BJPയും ഇത് കേരളത്തിലെ BJPയും ഇത് രാജ്യവിരുദ്ധ സിനിമയാണെന്ന് അംഗീകരിക്കുന്നു. അതുകൊണ്ട് മോഹൻലാൽ മേജർ രവിയെ ഇറക്കി കളിക്കുന്നതിന് പകരം നേരിട്ട് രംഗത്ത് വന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ് വേണ്ടിയിരുന്നത്. പിന്നെ അദ്ദേഹം ഈ സിനിമ നേരത്തെ കണ്ടില്ല എന്നുള്ളത് പ്രേക്ഷകരുടെ കുറ്റമല്ലല്ലോ. അത് മുഖക്ക് വിലക്കെടുത്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്ന് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.